ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഉദാഹരണം ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല പോയി. എന്ത് ഭരണവിരുദ്ധ വികാരം? അല്ലാതെ വേറെ ആരാ ഇപ്പോ ഉള്ളത്? ഞങ്ങള് ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാം. ഉമ്മൻചാണ്ടിയാണോ? ആരുടെ മകനാണോ? ആരാ പിന്നെ? അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. അതിപ്പം പരിശോധന നടത്തുന്നല്ലേ ഉള്ളൂ. അത് ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും LDFന്റെ സംസ്ഥാന കമ്മിറ്റിയും പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചാൽ പറയാൻ കഴിയും. ഏതായാലും ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ. അതിപ്പം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു. ഞങ്ങൾക്ക് ഒരു ശക്തമായി തിരിച്ചടി തന്നെയാ വന്നെന്നാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്നൊരു അതിനെ പരിശോധിക്കണം, അത് കണ്ടെത്തണം. അച്ഛൻ തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഉടുമ്പൻചോലയിലും വലിയ തിരിച്ചടിയാണ്. അതിപ്പോ എന്നെ കണ്ടെത്തണം എന്താകുന്നു. അത് നമ്മൾ ഇവിടെ മാത്രം പരിശോധിച്ചാൽ നടക്കുന്ന കാര്യമില്ല. കണ്ടെത്തൽ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ നേതൃത്വം, ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വമുള്ള പാർട്ടിയല്ലേ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങളിൽ ഒരെണ്ണമാണ് തെരഞ്ഞെടുപ്പ് സമരങ്ങൾ, പ്രക്ഷോഭണം, അവകാശ സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രക്ഷോഭണ സമരങ്ങൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരമാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്താതെ ഞാനിപ്പോ കയറി പറയുന്നത് ശരിയല്ല. ഈ ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റി ചിന്തിക്കാൻ കാരണം? മാറ്റി ചിന്തിക്കാൻ കാരണം ഒന്നെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കണം. ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായോ? ജനങ്ങൾക്ക് അങ്ങനെ വിശ്വാസമായില്ല എന്നൊന്നും അഭിപ്രായമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ലാതെ വേറെ ആരാ ഇപ്പോ ഉള്ളത്? ഞങ്ങള് ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാം. ഉമ്മൻചാണ്ടിയാണോ? ആരുടെ മകനാണോ? ആരാ പിന്നെ? കാലങ്ങളായി 50 വർഷം 60 വർഷമായി ഞങ്ങളല്ലാതെ ആരാ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഞങ്ങളെ വിലയിരുത്തണ്ട. അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അവന്റെ ഒരു പാർട്ടിയുടെ ഏർപ്പാടാ. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. എന്നാ പറയാനാ? ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാ. എനിക്ക് കരുത്തില്ല. നാറാൻ പോവാ നാട് മുഴുവൻ. ഇനിയിപ്പൊ അടിയാ എന്റെ ആരാകണം? സതീശനാകണോ? പിന്നെ എന്നെ അഥവാ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയുണ്ട്. വേണുഗോപാലനാണ് കവിയുടെ മൂർത്തി നിൽക്കുക ഇങ്ങനെ.